ഫെബ്രുവരി 21 തടവ് റിലീസാവാണ്. തടവിന്റെ കാസ്റ്റും ക്രൂ ആണ് ഒപ്പം ഉള്ളത്. ആദ്യം ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബീന ടീച്ചറിൽ നിന്ന് തുടങ്ങാം. ടീച്ചറെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി എന്നുള്ള അവാർഡൊക്കെ കിട്ടി അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ്. ടീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അപ്പൊ അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ടീച്ചർക്ക് എന്തെങ്കിലും വാശികളുണ്ടായിരുന്നോ? അല്ല, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത സമയത്ത് ഫാസിൽ ഓക്കെ ആക്കിയിട്ട് തന്നെയാണ് ഓരോരുത്തരും ഷൂട്ടിന് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. എല്ലാവരെയും ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം അവരുടെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് ഫാസിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാസിൽ സെലക്ട് ചെയ്ത ചില ആളുകളാണ് അരിമണി പെറുക്കിയിരുന്നത് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ കറക്റ്റായിട്ട് ഒറ്റ ടേക്കിൽ 2 ടേക്കിലൊക്കെ. ഫാസിൽ ഡയറക്ടർ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ് കാസ്റ്റായിട്ടാണെങ്കിലും ക്രൂ ആയിട്ടാണെങ്കിലും വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഹെൽപ്പ് ചെയ്തത്? ഏറ്റവും പ്രധാനം നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവരെ വിശ്വസിപ്പിക്കാനും അവരെ മനസ്സിലാപ്പിക്കാനും നമുക്ക് പറ്റും. ഇതാണ് ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊപ്പം എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ തോന്നിയത്. ഈ ടീം ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത് 2019 അതിരെന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. അപ്പം അന്ന് വന്ന ഈ മനുഷ്യർ പിന്നീട് ഇപ്പോൾ 2025 ഒരു സിനിമ പ്രദർശനത്തിന് എത്തുമ്പോൾ ഇവരെങ്ങനെയാണ് മാറിയിട്ടുള്ളതായിട്ട് സുബ്രേട്ടന് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ അവർ സുബ്രേട്ടനെ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്? എന്നെ മാറ്റിയെടുക്കലാണ് ഉണ്ടാക്കിയത്. അഭിനയ രംഗങ്ങളിൽ നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് ആൾക്കാർ മുന്നിൽ വരുമ്പോൾ ഒരു പുറകോട്ടുണ്ടായിരുന്നു. എങ്കിൽ പല ഭാവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മളെ ഫാസിൽ കട്ടൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാവങ്ങൾ ഫുള്ള് വന്നിട്ടില്ല എന്ന് ഫാസിലിന് എപ്പോഴും അറിയാം. അല്ലേ? അപ്പോൾ പൊതുവെ വരപ്പം ഇതിൽ അഭിനയിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല എൻ്റെ. നമ്മൾ പല തമാശകളും ആയിരിക്കും. പെട്ടെന്ന് വിളിച്ച 2 മണിക്ക് വരണം പറഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് എത്താൻ പറ്റുള്ളൂ. എന്താണ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ചീത്ത ഫാസിൽ ചീത്ത പറയില്ല. സുബ്രേട്ടാ ഞാൻ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് കാണിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു അവസരമാണ് ഫാസിൽ ഒരുക്കി തന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മറക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ഇതൊന്നും ഇങ്ങനെ സിനിമയിൽ വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ 21 ഇപ്പോൾ ഇറങ്ങല്ലേ, ഫെബ്രുവരി 21 ഈ പടം ഇറങ്ങുമ്പോൾ ജനമനസ്സിൽ എന്തായാലും നമുക്ക് സ്ഥാനം ഉണ്ടാവുന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇപ്പോൾ ടീച്ചർ എന്താണ് ഫാസിലിനും അവാർഡ് കിട്ടിയത് അത് ഞങ്ങൾക്കും കൂടിയുള്ളൊരു അവാർഡാണ്. ഞങ്ങൾക്കും കൂടിയുള്ള അവാർഡാണ്. അവർ മാത്രം അഭിനയിച്ചുകൊണ്ട് പടാവോ? അപ്പൊ എല്ലാരും കൂട്ടായ്മ. പക്ഷെ അവരുടെ പ്രത്യേകിച്ചിട്ട് അവർക്ക് കിട്ടാനുള്ള കാരണം ടീച്ചർ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു ടീച്ചറോടെ. ആ സിനിമയിൽ ഞാനും അനിത ടീച്ചറൊക്കെ തമാശകൾ പറയുമ്പോൾ തന്നെ ടീച്ചർ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. ഈ എന്താണ് ക്യാരക്ടർ ചിരിക്കാൻ പറ എന്തിനും പറയണം. ഇനി പടങ്ങള് കിട്ടുമോ കിട്ടിയില്ല അല്ല, ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു സിനിമ കിട്ടി കേട്ടോ. നന്ദി പറയൂ. ഫാസിലിനോട് നമ്മളെ നന്ദി പറഞ്ഞു. ടീച്ചറാണ് നമ്പർ കൊടുത്ത്. IFFKയിലെ ഉടലാഴം ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സംവിധായകനാണ് അദ്ദേഹം. ആ സിനിമ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പറ്റി പറഞ്ഞു. ഇത് എങ്ങനെ നിങ്ങൾ എടുത്തു എന്നുള്ള ചോദ്യം അടക്കം എന്താണ് ഇത്രയും ആൾക്കാർ, എല്ലാ ആൾക്കാരും പുതുമുഖങ്ങൾ, ഇവരെ വെച്ചിട്ട് എങ്ങനെ നിങ്ങളെ സംവിധായകൻ എടുത്തത്? അത് സംവിധായകന്റെ ഒരു കഴിവാണ്. പിന്നെ ഞാനും കൂടി ഉണ്ടായിരുന്നു അതിൽ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം അഞ്ജു ടീച്ചറോടാണ്. അഭിനയ രംഗമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാതെ ഒരു സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തടവ് എന്നുള്ള സിനിമയിലേക്ക് വരുമ്പോൾ അഭിനേത്രി എന്നുള്ള ലൈഫ് ഇപ്പം എങ്ങനെയുണ്ട്? പ്രതികരിക്കാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അധ്യാപക അവാർഡ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച എല്ലാ ടീച്ചേഴ്സും എന്നെ കാണുമ്പോൾ കൺഗ്രാജുലേഷൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അധ്യാപക അവാർഡിന് ഒരു കൺഗ്രാജുലേഷൻ തരുന്നു.
പക്ഷെ അങ്ങനെയല്ല തരുന്നത്. ടീച്ചർ തടവിലല്ല, വെറും ടീച്ചർ. അപ്പോൾ ഈ തടവിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും പിന്നെ അനിത ടീച്ചറും ബീന ടീച്ചറും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നോട്ട് എ പീസ് ഓഫ് കേക്ക്. അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഡയറക്ടർക്കും പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരിക്കൊക്കെ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരം. പക്ഷെ അത് കാണണം കേട്ടോ. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത്, എൻ്റെ ചേട്ടനും അവരുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ കയറി ഫുഡ് കഴിക്കില്ലേ, അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ചീരക്കറി മുരിങ്ങടലൊക്കെ കൂടി നല്ല സാമ്പാറൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും, അതുപോലെയാണ് നമ്മുടെ തടവ് കണ്ടാലെന്ന് ഭയങ്കര ഓർഗാനിക്കാന്ന്. നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ഇൻസ്പിറേഷൻ ഇവരുടെ 3 പേരുടെയും റിയൽ ലൈഫാണ്. മാത്രമല്ല സിനിമ ചെയ്യുമ്പോൾ പ്രധാന പ്ലോട്ടിനോടൊക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ട ഭൂരിഭാഗം ആളുകൾക്കും വർക്ക് ചെയ്തത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് നിങ്ങളുടെ സിനിമ കണ്ടിട്ട് ഒരാൾ വന്ന് കരഞ്ഞു പറഞ്ഞു കണ്ണൂർ ഫെസ്റ്റിവലിന് അവര് മാറി നമ്മൾ കുറെ ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ട് അയാൾ ഇങ്ങനെ മാറി നിന്നു. ഒക്കെ കഴിഞ്ഞ അയാൾ വന്നിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു. കാരണം ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതെന്താണെന്നുള്ളത് ഞാൻ മനസ്സിലായി. കാരണം ഞാൻ ഇന്ന് കുറേ പേരെ വിളിച്ചു എൻ്റെ ഫ്രണ്ട്സിനെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും നേരില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ആ സിനിമ ഇരുന്ന് കണ്ടത്. അപ്പോൾ അത് അതിൽ ആ ഫ്രണ്ട്ഷിപ്പും കൂടെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരയുക. ഫാസില് അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ആ ഒരു ഇത്രയും ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചായിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കി അത് വെള്ളിത്തിരയിൽ എത്തിക്കാനുള്ള ഒരു. പിന്നെ വേറൊരു സന്തോഷം കൂടി ഉണ്ട്. അത് ഞങ്ങളുടെ ഷീല ചേച്ചി. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്കൂളിലും കുറച്ച് ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അഭിനയത്തിൽ ചില സാധ്യതകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ചില സ്കിറ്റൊക്കെ ചെയ്യും ഞങ്ങൾ. അതേമാതിരി തന്നെ എൻ്റെ താത്തയായിരുന്നു. കടവിൽ എന്റെ താത്തയിരുന്നല്ലോ. താത്തക്ക് കോയിർത്തി തന്നിട്ട് ഞാൻ കുടുങ്ങി. എന്താ വെച്ചാൽ ഇടയ്ക്കിടക്ക് കട്ട് ചെയ്യല്ലേ. അപ്പോ ഫാസിൽ പറയും, അത്ര തോനൊന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ, കുറച്ച് ഭക്ഷണത്തിന്റെ സീനാകുമ്പോ അധികം കട്ടാണ്. കാരണം ഉണ്ണിയപ്പാകുമ്പോ കുറേ ഉണ്ണിയപ്പം കഴിക്കാലോ. ഷീല ടീച്ചർ ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് പലതരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ വീട് നമ്മള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ അനുഭവം എങ്ങനെയായിരുന്നു? അത് നമ്മളെ ബീനയുടെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വന്നിട്ട് തുടങ്ങിയത്. പിന്നെ ഇവർ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് ഒരു വഴി കൂടെ ഒരാൾ പോകുമ്പോൾ ആ സ്ത്രീനെ അമ്മയേക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇതിനെക്കാട്ടും അടിപൊളി അമ്മേനെ ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഉച്ചയ്ക്കാണ്ട് കുന്ന് കയറിയിട്ട് ഓരോ അമ്മമാരെന്നെ വേഷ്ടി മുണ്ട് പൊടിപ്പിച്ചിട്ടുണ്ട് കൊണ്ടുവരിക. അല്ല, ഷീല ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീല ടീച്ചറെ ഞെട്ടിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർക്ക് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോർട്ട് ഡിവിഷൻ അല്ലെങ്കിൽ ഷൂട്ടൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഡയലോഗ്സിലും അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ മാറ്റുമല്ലോ. അപ്പോൾ ജസ്റ്റ് സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യില്ല. അപ്പോൾ ഞങ്ങളൊരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ടീച്ചർ തന്നിട്ട് ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചറിനോട് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഒരു ഡയലോഗ് മിസ്സായല്ലോ. അത് ടീച്ചർ അത്രയും അന്ന് വായിച്ച സാധനം അത്രയും ഓർമ്മയിൽ വെച്ചിട്ടൊക്കെയാണ്, അത് അത്രയും ഇൻവോൾവ് ആയിട്ടാണ് നമ്മോടൊപ്പം കൂടെ നിന്നത്. അപ്പോൾ അത് ഞാൻ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ശ്രീതു അഭിനയിച്ച സിനിമ വരാൻ പോവാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് നിന്റെ ഡയലോഗാണല്ലോ ഫസ്റ്റ്, അത് പൊള്ളിയാട്ടോ. ഞങ്ങൾ എന്തായാലും ഒപ്പം തന്നെ ഉണ്ട്. എന്തായാലും ഡേറ്റ് ഒക്കെ ഇറങ്ങാറായി അപ്പോൾ പറയാം, ഞങ്ങൾ എന്തായാലും ഒപ്പമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒപ്പം പോയി കാണാം എന്നൊക്കെയാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഫ്രണ്ട്സൊക്കെ അടിപൊളിയാണ്, ഇപ്പോഴും സപ്പോർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പായി നിന്നിട്ട് നമ്മളെ നല്ലോണം ട്രോളിനുണ്ട്. ഒരു ഓട്ടോഗ്രാഫ് തരുമോ, സിനിമ നടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ. ഹരിത ഒരു നാടക പ്രവർത്തക കൂടിയാണ്, വിദ്യാർത്ഥിനിയാണ്. അപ്പം നാടകം എങ്ങനെയാണ് ഹരിതനെ സിനിമ എന്നുള്ള വേറെ തരത്തിലുള്ള അഭിനയ രീതിയിലേക്ക് വരുമ്പോൾ നാടകം എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ടീച്ചർ എന്നെ പഠിപ്പിച്ചത് തന്നെയാണ്, സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് പോയതിന് ശേഷം, സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും കാണുന്നത് ആറുകോട്ടര പാഠശാലയുടെ നാടകത്തിൻ്റെ പരിപാടിക്കിടെയാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. ടീച്ചർ പിന്നെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുക ചെയ്തത്, നമുക്ക് സിനിമയിൽ ഞാൻ നോക്കിയാലോ. അപ്പം എനിക്കറിയില്ല ടീച്ചറെ, എനിക്കങ്ങനെയൊന്നും അറിയില്ല, നാടകം കളിച്ച് നടക്കണമെന്നേ ഉള്ളൂ. നാടകം എന്നൊക്കെ ഇഷ്ടമാണ്, ഇപ്പോഴൊക്കെ ഇഷ്ടമാണ്.
എന്നുവെച്ചാൽ ഗ്രൂപ്പിൽ നിൽക്കുന്നതിന്റെ ഒരു ഭംഗി കൊണ്ടാണോ എനിക്കറിയില്ല, എപ്പോഴും ഇഷ്ടമാണ് നാടകം കളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. ഇപ്പൊ നീനമയി ആയാലും നാടകം കളിക്കുക, എനിക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നാടകം കളിച്ചില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല അവസ്ഥയാണ് മുപ്പത്തിയാർക്ക്. നാടകം കൂടാതെ സിനിമ ചെയ്യാന്നുള്ളൊരു ഒന്നുമില്ല, സിനിമ ഇല്ലെങ്കിലും നാടകം വേണമെന്നുള്ളതാണ്. ഇസാക്ക് ഒരുപാട് മലയാള സിനിമകളിൽ ചെറുതായിട്ടുള്ള വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇസാക്കിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു സിനിമ വരുന്നത്, തിയേറ്ററിൽ വരുന്നത്. സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതെങ്ങനെയാണ് ഇസാക്കിന് ഇപ്പോഴത്തെ 21-ാം തീയതി എന്റെ സിനിമ റിലീസാകാൻ പോകുന്നത്? അപ്പൊ ആ ഫീൽ എങ്ങനെയാണ്? ഒന്നും പറയല്ല. അത് ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, നമ്മുടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു പിറാറുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് IDSFKയിലൊക്കെ സെലക്ട് ആയി അവിടെ വലിയൊരു സ്ക്രീനിൽ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു 1.5 മണിക്കൂർ ലെങ്ത്തുള്ളൊരു സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചധികം നേരം അത്യാവശ്യം കൊള്ളാവുന്നൊരു വേഷം ചെയ്യാൻ പറ്റുക. ഇപ്പോൾ IFFKയിലും അങ്ങനെ കുറേ ഫെസ്റ്റിവലിനൊക്കെ പോയപ്പോൾ അത് കണ്ടിട്ടും കൊള്ളാമെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു, വന്ന് സംസാരിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ അപ്രിസിയേഷനൊക്കെ കിട്ടുന്നത് നമുക്ക് വീണ്ടും ഒരു പ്രോത്സാഹനമൊക്കെയാണ്. പല ഫെസ്റ്റിവലുകളിലാണെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും സിനിമോട്ടോഗ്രാഫിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മൃദുലസിന്റെ ഒരു ക്രാഫ്റ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് തടവിനെ കാണുന്നത്? നമ്മൾ കുറച്ച് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള നിലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് തടവ്. അപ്പോൾ എന്താ വെച്ചാൽ തടവിന് പ്രീ ഇരിക്കുമ്പോഴാണെങ്കിലും, കാരണം ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനെന്താ ഈ പ്രൊജക്റ്റിന് എന്താ വേണ്ടതെന്നുള്ളത്, അതായത് അത് പറയുക പോലും വേണ്ടാതെ നമുക്കറിയാം ഇതിനെന്താണ് വേണ്ടത്. ഇപ്പോൾ ഞാനും ഫാസിലും വിനായകും ആണ് പ്രധാനമായിട്ട് നമ്മളാണ് അതിനകത്ത് കോറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ സംസാരിക്കാതെ തന്നെ അറിയാം ഈ വർക്കിന് ഇതാണ് വേണ്ടത്, നമ്മളൊരു മൂഡ് പിടിക്കാൻ പോണത് ഇതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പോസിഷൻ വരാൻ പോണത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ക്യാമറ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഫാസിലാണെങ്കിലും ഫാസിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണത് ഏറ്റവും ലഘുവായ രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിനിമാറ്റോഗ്രഫി, കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിലും ഫാസിൽ അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ പ്രധാനപ്പെട്ട എഴുതുമ്പോഴും നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഏറ്റവും ചെറിയ ഇതുള്ള ആൾ മുതൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്ക് വരെ മനസ്സിലാവണം, സിമ്പിളായിട്ട് മനസ്സിലാവണം. ആ ഒരു ഐഡിയ തന്നെയാണ് പടം എഴുതിയേക്കണം. ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാണ്ടാണ് എൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാ ടെക്നിക്കൽ വശം ചെയ്തേക്കണം. ഈ സിനിമയുടെ എഡിറ്ററാണ്. അപ്പം ഇതിനു മുൻപുള്ള ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, എഡിറ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്, സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തടവിന്റെ എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് വളരെ ത്രില്ലിംഗ് ആയൊരു കഥ, വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സ്. അപ്പം എഡിറ്റർ എന്നുള്ള നിലയിൽ ആ ഒരു പേസ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? അല്ലെങ്കിൽ എഡിറ്റിംഗ് എത്രമാത്രം വിനായകന് സന്തോഷം തന്നിട്ടുണ്ട്? ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു ഈ പടം. നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് പ്രീ മുതൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറേ വർക്ക് ചെയ്തിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു ടീമാണ്. ഷൂട്ട് ചെയ്യുന്നതിൽ എളുപ്പമായിരുന്നു എഡിറ്റ് ചെയ്യാൻ. അത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സീനിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനും ക്ലാസ്സിലും ഇരിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് സ്ട്രക്ചർ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഷൂട്ട് ചെയ്യുന്നത് ഒരു പുതിയ രീതി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ അതിലും പുതിയൊരു രീതി ശ്രമിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നു. നമുക്കൊരു 10 ദിവസം കൊണ്ട് എഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഫൈനല്. അതുകൊണ്ട് വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സിനിമയിൽ വളരെ മിനിമൽ ക്രൂ ആണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഒരാളഞ്ഞ് 4-5 ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിനായക് എഡിറ്ററാണെങ്കിലും ചീഫ് അസോസിയേറ്റ് ആയിരുന്നു, ആർട്ടിലുണ്ടായിരുന്നു. അതുപോലെ മൃദുലയാണ് സിനിമാറ്റോഗ്രഫി, അതുപോലെ കളറിസ്റ്റ്, പോസ്റ്റർ,
മേക്കപ്പ്, ഇസാക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ എന്തൊക്കെ ആർട്ടിന്റെ രണ്ടുപേരും കൂടിയാണ് അപ്പോൾ ഒരു 11 മിനിമം 3 പണി വെച്ച്. അതെ, ഒരു 10-11 ആളുകളാണ് ഈ 40 ആർട്ടിസ്റ്റിനെ അതുപോലെ 40 ലൊക്കേഷനെ നമ്മൾ ഒരു മാസം നമ്മൾ കൊണ്ടുപോയത്. നാടിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പെട്ടെന്ന് പറയും ഒരു 10 പേര് വേണം ബസ്സില്. അപ്പൊ ഞാൻ ഇസാക്ക് ഒരു കാർ എടുത്തിറങ്ങും. എന്നിട്ട് ജംഗ്ഷനിൽ പോയിട്ട് കുറെ പേര് കാറ് കണ്ടപ്പോ കാറിൽ കയറാന്ന് വെച്ചിട്ട് നമ്മളൊരു ജംഗ്ഷനിൽ ചെല്ലും. എന്നിട്ട് ചെന്നിട്ട് കുറെ ആളുകള് മരിച്ച വീട്ടിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ നിന്ന് ചെന്നിട്ട് നമ്മൾ ആദ്യം പറയും ഇങ്ങനെ ഷൂട്ട് അടക്കേണ്ട സഹായിക്കാൻ പറ്റുമോ. അപ്പൊ അത് ചിലവർ സമ്മതിക്കും, അത് സമ്മതിക്കാത്തവരുടെ നമ്മൾ പറയും ടീച്ചർ അവരുള്ളതാണോ അങ്ങനെ വേറെ വഴിക്ക് ആശുപത്രിയിൽ പോയിരുന്നവര് വരെ അത് നിർത്തി അഭിനയിക്കാം. തൊഴിലുറപ്പുകാർ ഇതിന് പോകുമ്പോ ഞാനും സഗു വന്നിട്ട് ടീച്ചർ ഞങ്ങൾക്കൊരു 5 പേര് വേണം. ഇവിടെ അന്ന് വന്ന 2 പേര് വരെ ചോദിച്ചു നമ്മള്. ഒരു ദിവസം മറ്റേ 2 ലേഡി കോൺസ്റ്റബിളിന് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിനായകും നേരെ വന്ന് ശീല ടീച്ചറിൻ്റെ അടുത്തേക്ക് ടീച്ചർ 2 സ്ത്രീകളെ വേണമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കാറുണ്ട്. ഞങ്ങൾ പോയിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേച്ചിന് മീൻ നന്നാക്കുക. അവരെ പിടിച്ചോണ്ട് വന്നു സെറ്റ് ചെയ്ത്